അങ്ങനെ എന്തു പറ്റി? നെറ്റിയിലൊരു മുറിവ്? അല്ല, ചെറുതായിട്ടൊന്ന് തട്ടി. അല്ല, എല്ലാരും കയറി വരും. സുഭദ്രാമ്മ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് കാണണം, എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്തു പറയാനാ, ചില അമ്മയുടെ ഓരോരോ വിശ്വാസങ്ങൾ. കുടിക്കാൻ എന്തെങ്കിലും? അയ്യോ, ഒന്നും വേണ്ട. എന്നാ മുഖവര കൂടാതെ ഞാൻ കാര്യം പറയാം. ഗൗതമും വന്ദനയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. മാധവൻ നായരെ, നമ്മളൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ. മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് മരണത്തിൽ ചെന്ന് ചാടാൻ നമ്മളാരും ആഗ്രഹിക്കില്ലല്ലോ. നമ്മളൊക്കെ ജീവിച്ച് കൊതി തീർന്നവരാ. ഇനി എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല. അതുപോലാണോ ഗൗതമിന്റെ കാര്യം? അവൻ ജീവിതം തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. സുഭദ്രാമ്മ ഇനിയും ആരും പറഞ്ഞില്ല. ഈ വിവാഹം നടന്ന പയ്യനും അമ്മായി അമ്മയ്ക്കും ദുർമരണമാ. ഒരു ദിവ്യനായ സന്യാസി ഉറപ്പിച്ച് പറഞ്ഞ കാര്യം ഇത്. എന്റെ മോനെ വീണ്ടും വിവാഹം കഴിപ്പിക്കുന്നത് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാ, അല്ലാതെ മരിച്ച് മണ്ണടിയാനല്ല. നമ്മുടെ രണ്ടുപേരുടെയും കുടുംബ സുഹൃത്ത് സോമനാ ഈ ആലോചന കൊണ്ടുവന്നത്. അയാളോട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തുറന്നു പറഞ്ഞതാ. വന്ദനയുടെ ആദ്യ വിവാഹത്തിന് മുമ്പ് സംഭവിച്ച ദുരന്തങ്ങളും അതും ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ. എല്ലാം അറിഞ്ഞുകൊണ്ട് വിവാഹത്തിന് സമ്മതിച്ചിട്ട് ഇനി പിന്മാറരുത് സുന്ദരമേ. സമൂഹത്തിന് മുൻപിൽ ഒരിക്കൽ വല്ലാതെ നാണം കെട്ടതാ ഞങ്ങള്. ഇനിയും ഞങ്ങളെ നാണം കെടുത്തരുത്. എന്തു വേണമെങ്കിലും ചെയ്യാം. ഞങ്ങളെ വിഷമിപ്പിക്കില്ല സുഭദ്രാമ്മ. ചന്ദ്രികെ, കണ്ണിച്ചോരയില്ലാത്തവളായി എന്നെ കാണരുത്. ഉള്ളു വല്ലാതെ നൊന്ത് തന്നെയാ ഞാനിതൊക്കെ പറയുന്നത്. ഇന്ന് എന്റെ മോൻ നിങ്ങളുടെ മകളുടെ കഴുത്തിൽ കെട്ടേണ്ട താലി ഇന്ന് ക്ഷേത്രത്തിൽ പൂജിക്കാൻ കൊണ്ടുവന്നു. ദേവിയുടെ മുന്നിലെത്തിയതും താലി പെട്ടെന്ന് തറയിൽ വീണു. എന്റെ കയ്യിന്ന് അബദ്ധത്തിൽ വീണതല്ല, ആരോ തട്ടിയിട്ടതുപോലെയായിരുന്നു. കണ്ണി കാണാൻ കഴിയാത്ത ഏതൊരു ശക്തി തട്ടിത്തെറിപ്പിച്ചതുപോലെ. അതിൽ കൂടുതലൊരു ദുർലക്ഷണം ഉണ്ടാവാനുണ്ടോ? ആ താലി ശ്രീകോവിലിൽ തന്റെ മുമ്പിൽ വെക്കാൻ പോലും ദേവി അനുവദിച്ചില്ല. വരാൻ പോകുന്ന ആപത്ത് മുൻകൂട്ടി കാണിച്ചതാ ദേവി. ചന്ദ്രികെ, നിന്റെ മോളുടെ വിവാഹം നടക്കാൻ വേണ്ടി എന്റെ മോന്റെ ജീവൻ ചോദിക്കരുത്. ഞാൻ പറഞ്ഞതനുസരിച്ച് എന്റെ വിവാഹം മുടക്കാൻ ജഗൻ ചെയ്തതാ ഇതെല്ലാം. നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലേ?
ഇല്ല. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാ വാ. ഉം. ഉം. ആ. അങ്കിൾ പ്ലീസ് ക്ഷമിക്കണം. അമ്മയിൽ വേരുറച്ചുപോയ ചില പഴഞ്ചൻ വിശ്വാസങ്ങൾ പെട്ടെന്ന് തലപൊക്കിയതാ. വീട്ടിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റും ഉണ്ടായി. നെറ്റിയിൽ മുറിവ് പറ്റിയത് അങ്ങനെയാ. അതും കൂടി ആയപ്പോൾ അമ്മ ആകെ കൺഫ്യൂഷനിലായി. വന്ദനയോടുള്ള താല്പര്യത്തിന് എനിക്കൊരു കുറവും വന്നിട്ടില്ല. അമ്മയോട് സംസാരിച്ച് കാര്യങ്ങൾ സാവധാനം ബോധ്യപ്പെടുത്തി കൊടുക്കാം. അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് ഞാൻ വിളിക്കാം. വേണമെന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് സമാധാനപരമായ ഒരു ജീവിതമാണ്. ഇനി ഈ വീട്ടിൽ അത് പ്രതീക്ഷിക്കണ്ട. എന്നെ വിട്ടേക്ക്. ഞാനും ഗൗതമും തമ്മിലുള്ള വിവാഹം സുഭദ്രമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല. എനിക്ക് വളരെ സന്തോഷമായി. നന്ദിയുണ്ട് ജഗൻ. വിവാഹം മുടക്കിയിരിക്കുന്ന വന്ദനയുടെ കൈ പിടിച്ച ഞാൻ സത്യം ചെയ്തത്. ആ സത്യം ഞാൻ പാലിച്ചിട്ടുണ്ട്. അതിനാണല്ലോ നന്ദി പറഞ്ഞത്. എന്നാലും ജഗൻ ചെയ്തത് കുറച്ച് കടുത്തുപോയി. സുഹൃത്തിനെ കൊണ്ട് കള്ളസന്യാസി വേഷം കെട്ടിച്ചതും ആ താലി വെച്ചിരുന്ന തട്ട് തട്ടിത്തെറിപ്പിച്ചതൊക്കെ കുറച്ച് കടന്ന കൈയായി പോയി കേട്ടോ. ദേ, ലക്ഷ്യമാണ് പ്രധാനം, അത് നേടുന്ന വഴിയല്ല. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്ന ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ശരിയായിരിക്കാം. എന്നാലും ഗൗതം ഒരു നല്ല മനുഷ്യനാണ്. അയാൾക്ക് നമ്മൾ കാരണം ഒരു അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് സങ്കടമായത്. അല്ലെങ്കിലും പെണ്ണിന്റെ വാക്കും കേട്ട് ഒരു സഹായത്തിന് ഇറങ്ങി തിരിച്ചാ ഇതാണ് അവസ്ഥ. കാര്യം നേടിക്കഴിയുമ്പോൾ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അയ്യോ, ജഗന് അതിന് മുൻപേ പിണങ്ങിയോ? ദേ, പരിപ്പുമൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതല്ലേ. ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നുമല്ല. ഗൗതമിന്റെ അവസ്ഥയില് സഹതാപം തോന്നി പറഞ്ഞു പോയതാ. എന്തായാലും വിവാഹം മുടങ്ങിയപ്പോ വലിയൊരു ഭാരമൊഴിഞ്ഞ സമാധാനമാണ് എനിക്ക്. മനസ്സിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ച ആശ്വാസം എനിക്കുണ്ട്. എന്ത്? എന്റെ കല്യാണം മുടങ്ങിയപ്പോ ജഗനെന്തിനാ ആശ്വസിക്കുന്നത്? അല്ല, അത് ഗൗതമിന് കാര്യമായി പരിക്കൊന്നും പറ്റിയില്ലല്ലോ, അതിന്റെ ആശ്വാസം എനിക്ക്. ഓ, അത് ശരി. എന്തായാലും എന്നെ കല്യാണത്തിൽ നിന്ന് രക്ഷിച്ചതിന് ജഗനെ ഞാൻ വീണ്ടും നന്ദി പറയുന്നു. നന്ദിയൊന്നും വേണ്ട, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയായാൽ മതി, എൻ്റെ സ്വന്തമായാൽ മതി. ജഗൻ എന്തേലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്നാ ഞാൻ പോട്ടെ വന്നേ. ആ, ഹലോ, ദേ അവനെ അങ്ങനെ വിട്ടാൻ പറ്റില്ല, ഞാൻ ദേ എത്തി. അല്ല, എവിടേക്ക് പാഞ്ഞു പോകുന്നത്? ഒരു പാവം അമ്മയെ കുറച്ച് ആളുകൾ ചേർന്ന് കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കേ. അമ്മയ്ക്കൊരു സംരക്ഷണം കൊടുക്കണം, അതിനുവേണ്ടി പോവാ ഞാൻ. അപ്പോ അടിയും തല്ലുമൊക്കെ കാണുമായിരിക്കും അല്ലേ? ആ, ചിലപ്പോ. ജഗ, സൂക്ഷിക്കണം. വന്ദന പറഞ്ഞതല്ലേ, തീർച്ചയായിട്ടും.
ബിസിനസ്സൊക്കെ അവസാനിപ്പിച്ച് മടങ്ങുന്നത് ഗൾഫ് ജീവിതം അടുത്തിട്ടൊന്നുമല്ല. ഞങ്ങളുടെ ഡ്രീം ലാൻഡാ ഗൾഫ്. എല്ലാ സൗഭാഗ്യങ്ങളും തന്ന നാട്. എന്നാലും അവസാന കാലത്ത് ജന്മനാട്ടിൽ തന്നെ കഴിയണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഒരു തരം ഹോം സിക്നസ്. അതുകൊണ്ടാണ് ഗൾഫ് വിടുന്നത്. പടിപ്പുരയും നാലുകെട്ടും തുളസിത്തറയും വിളക്ക് വച്ചുമുള്ള പാരമ്പര്യമാണല്ലോ ഞങ്ങൾക്കുള്ളത്. പഴയ തറവാട് ഇനിയും പൊളിച്ചിട്ടില്ല. നാട്ടിലും മടങ്ങിയെത്തിയ ആ തറവാട്ടിൽ പഴയ ചിട്ടകളും പാലിച്ച് കുറച്ചു നാളുകൂടി കഴിയണം. ആ തീരുമാനം എന്തായാലും നന്നായി ഭാഗീരഥി. അത് ഐശ്വര്യമുള്ള തറവാടാ. ഞാനും ചേട്ടനും ഒത്ത് എത്രയോ തവണ അവിടെ വന്നിരിക്കുന്നു. ഭാഗീരഥിയും ഞാനും പഴങ്കഥകളൊക്കെ പറഞ്ഞുറങ്ങാതെ കിടക്കും. അപ്പോ നമ്പ്യാരേട്ടനും കുറുപ്പേട്ടനും ഒക്കെ മുടിഞ്ഞ മദ്യലഹരിയിലായിരിക്കും. അതൊക്കെ ഒരു കാലം. തറവാട്ട് വളപ്പിൽ തന്നെയാ പുതിയ ബംഗ്ലാവ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ കുറുപ്പിനും സുമലതയ്ക്കും തറവാടല്ലേ അറിയാവൂ. പുതിയ ബംഗ്ലാവ് കണ്ടിട്ടില്ലല്ലോ? ഇല്ല. പാലുകാച്ച് കഴിഞ്ഞതിന് ശേഷം ബംഗ്ലാവ് അടച്ചിട്ടിരിക്കുക. ഞങ്ങളിപ്പോ നാട്ടിൽ വന്നപ്പോഴും പഴയ തറവാട്ടിലാ താമസം. എന്തിനാണെങ്കിലേ ഇത്രയും വലിയൊരു കെട്ടിടം ആൾപ്പാർപ്പില്ലാതെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്? അതിന്റെ കാരണം ആന്റി പറയും. മോനെ, ജഗനും നീലിമയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ കുറച്ചു കാലം അവരവിടെയാണല്ലോ താമസിക്കുന്നത്. അതാണല്ലോ നാട്ടുനടപ്പ്. അത് കഴിഞ്ഞാ അവർക്ക് താമസിക്കണ്ടേ? ആദ്യമായിട്ട് ബംഗ്ലാവിലേക്ക് വലത് കാല് വെച്ച് കയറുന്നത് ജഗനും നീലിമയുമായിരിക്കണം. ജഗനെ ഇനിയും കാണുന്നില്ലല്ലോ. അല്ല, അത് തിരക്കുള്ള യുവജന നേതാവല്ലേ നമ്പ്യാരെ. അവൻ ഉടനെ എത്തിക്കോളും. അപ്പോഴത്തേക്കും നമുക്ക് മറ്റ് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാം. കുറുപ്പേ, സമ്പാദ്യമൊക്കെ എനിക്ക് കുറച്ചുണ്ട്. ബിസിനസ് തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കണം. അതാണ് എനിക്കിഷ്ടം. എത്ര കോടി വേണേ മുടക്കാം. സഹകരണവും ആത്മാർത്ഥതയൊക്കെ കുറുപ്പ് ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരേ ഒരു കണ്ടീഷൻ, ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ജഗനും നീലിമയും തമ്മിലുള്ള വിവാഹം നടക്കണം. അതെ, അതായത് ഈ കുറുപ്പേ ഒരു വാക്ക് പറഞ്ഞാൽ അതൊരു വാക്കാണ്. സുമേ, നീ പെട്ടെന്ന് ജഗനെ വിളിച്ചേ. ഹലോ, എന്താ അമ്മേ? മോനെ ജഗ, നീ എവിടെയാ? മോനെ, നീലിമയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ നിന്നെ കാണാൻ കാത്തിരിക്കുക. നീ വേഗം ഇങ്ങോട്ട് വാ, എന്നിട്ട് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്. അമ്മേ, ഞാനത് ഇപ്പോഴാണ് ഓർത്തത്. എനിക്ക് ഒഴിവാക്കാനാവാത്തൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വരാം. അല്ല, ജഗൻ എന്താ പറഞ്ഞേ? അവനെ അർജന്റായിട്ട് എവിടെയോ നിൽക്കുക. ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാന്നാ പറഞ്ഞത്. കുറുപ്പേ, തന്റെ മോനെന്താടോ ഇങ്ങനെ? ഞങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പോലും ക്ഷമയില്ലാത്ത തിരക്കാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛനമ്മമാരെ കാണാൻ പോലും ജഗന് താല്പര്യമില്ലേ? അയ്യോ, അത് താല്പര്യമില്ലാഞ്ഞിട്ടല്ല ഭാഗീരഥി. അവൻ രാഷ്ട്രീയ കാര്യത്തിൽ ഇങ്ങനെയാ, ഒരേ കണിശക്കാരനാ. സാധികൾക്ക് വല്ല സഹായം ചെയ്തു കൊടുക്കാൻ നേറ്റാൽ ആകാശം ഇടിഞ്ഞു വീണാലും അവനത് കൃത്യമായി ചെയ്തിരിക്കും. അത്രയ്ക്ക് സഹായിക്കാനുള്ള വലിയ മനസ്ഥിതി ഉള്ളവനാ. ഇതും അതുപോലെ ആർപ്പോ പായോ തലയണോ മറ്റോ കൊടുക്കുന്ന പരിപാടിയായിട്ട് പോയതാ. അത് കഴിയുമ്പോൾ അവരുടെ കൃത്യമായിട്ട് വന്നിരിക്കും. നോക്കിക്കോ, എൻ്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല, ഉറപ്പ്. ഭാഗീരഥി, കുറച്ചു നേരം കൂടി ക്ഷമിക്കും. അവനെ കണ്ടിട്ട് പോയാൽ മതി.
രാവിലെ കുളിച്ചതാണല്ലോ. ഇപ്പൊ എന്താ പതിവില്ലാത്തൊരു രാത്രിക്കുളി? ചേച്ചി ഭയങ്കര ചൂട്. ഒന്ന് കുളിച്ചിട്ട് കിടന്നാ ഉറങ്ങുന്നത് അറിയാൻ പറ്റില്ല. തല തോർത്തിയില്ലേ? നനവുണ്ടല്ലോ. തോർത്തി. നല്ലോണം തോർത്തി മുടി ഉണക്കി കിടക്കണം. ഇല്ലെങ്കിൽ തലനീരിറങ്ങും. നേരം വെളുക്കുമ്പോ പനി ഉറപ്പാ. ഇതെന്താ വന്ദനെ? കഴുത്തിലെ മഞ്ഞച്ചരട് മാല പോലെ ഇട്ടിരിക്കുന്നു. അത് പിന്നെ എന്റെ മാല പൊട്ടിപ്പോയി. അതിന്റെ ലോക്കറ്റ് ഞാൻ ചരടി കെട്ടി മാലയായിട്ട് ഉപയോഗിക്കാം. അതിന് മഞ്ഞച്ചരടാണോ ഉപയോഗിക്കുന്നത്? അതൊന്നും വേണ്ട. ഞാൻ വേറെ ചരടി കോർത്ത് കെട്ടിത്തരാം. നീ ആ ചരടി ഊരി തന്നേക്ക്. അയ്യോ വേണ്ട ചേച്ചി. അതെന്താ വേണ്ടാത്തത്? നീ ചരടി ഊരി തന്നേ വന്ദനെ. വേണ്ട. അതേ മഞ്ഞച്ചരടി തന്നെ കിടന്നോട്ടെ. വന്ദനെ, മഞ്ഞച്ചരട് സാധാരണ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നത് കല്യാണ താലിയിടാൻ വേണ്ടി മാത്രം. അതും കുറച്ചു ദിവസത്തേക്ക് മാത്രം. ഇതിങ്ങനെ നിന്റെ കഴുത്തി കിടന്ന ആരെങ്കിലും കരുതും കെട്ടുതാലിയാണെന്ന്. അങ്ങനെയൊന്നും ആരും കരുതില്ല. വിവാഹം കഴിയാത്ത പെൺകുട്ടികളെ മഞ്ഞച്ചരട് കഴുത്തിലണിയാൻ പാടില്ല. നീ ആ ചരടിങ് ഊരി തന്നെ. വേണ്ട ചേച്ചി. ഞാൻ പറഞ്ഞല്ലേ എന്റെ മാല പൊട്ടിയതുകൊണ്ട് ലോക്കറ്റ് കോർത്തിട്ടിരിക്കാം. അതുകൊണ്ടാ. നാഗരികാവില് ചെറിയൊരു നേർച്ച കൂടിയുണ്ട്. അതുകൊണ്ടുകൂടിയ മഞ്ഞച്ചരട് ഇട്ടിരിക്കുന്നതെന്ന് കൂട്ടിക്കും. വന്ദനെ, അതൊന്നും പാടില്ല. നീ ആ ചരടിങ് ഊരി തന്നെ. ചേച്ചി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിടുന്നേ? വന്ദനെ, ഈ പെണ്ണെന്താ ഇങ്ങനെ? സാധാരണ മഞ്ഞച്ചരടില് കോർത്തിടുന്നത് താലിമാലയാ. വിവാഹം കഴിയാത്ത പെൺകുട്ടികള് മഞ്ഞച്ചരട് കഴുത്തിലിടാനേ പാടില്ലെന്നാ കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാ ചരട് മാറ്റണമെന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പത് കുറ്റമായോ? വന്ദനയുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ട്. വന്ദനമേ, വന്ദനമേ. മോളെ വിട്, വിട് മോളെ, വിടാനെ പറഞ്ഞ. മാറങ്ങോട്ട്. ഈടെയായിട്ട് നിനക്ക് കുറുമ്പിച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. വന്ദനമ്മയ്ക്ക് ഇപ്പൊ എന്നോട് എപ്പോഴും ദേഷ്യ. കല്യാണം ഉറപ്പിച്ചോടെ എന്നെ ഇപ്പം വേണ്ടല്ലേ? അങ്ങനെയൊന്നും പറയാതെ മോളെ. അമ്മയ്ക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നും വന്നിട്ടില്ല. ദേ, എന്റെ പൊന്നും കൂടല്ലേ, അമ്മയുടെ പൊന്നാരും മോളല്ലേ. വേണ്ട, ഒരു പത്രാസുകാരി വന്നിരിക്കുന്നു. നീ മോൾ മിണ്ടില്ല. ദേ,
പിണങ്ങാതെ ചക്കരെ. കുളി കഴിഞ്ഞു വന്ന് വെള്ളം തുറന്ന് നിൽക്കുമ്പോ കെട്ടിപ്പിടിക്കാൻ പാടില്ല. നനഞ്ഞ് നാശാവില്ലേ മോളെ? അതുകൊണ്ടല്ലേ അമ്മ വഴക്ക് പറഞ്ഞത്. എന്നിട്ട് മോളെ പിണക്കം തീർന്നില്ലേ? ഈ കുഞ്ഞു ദേവി പ്രസാദിക്കാൻ അമ്മ എന്താ വേണ്ടത്? എനിക്ക് മുട്ടായി വേണം. ആ അമ്പടി കള്ളേ, എന്റെ കയ്യിൽ മിഠായി ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ ഈ ഇടവൊക്കെ? കൈ നീട്ട്. നല്ല സ്നേഹമുള്ള അമ്മയാ. ഇപ്പൊ നമ്മളെ പിണക്കൊക്കെ മാറി. ശരിക്കും പന്തിനമ്മ എന്തോ ഒഴിക്കുന്നുണ്ടല്ലോ. ഒളിക്കുന്നുണ്ടെന്നോ? ആ അമ്മയ്ക്ക് എന്താ എന്റെ മോളോട് ഒളിക്കാനുള്ളത്?